ഇത് മല്ലി വറുക്കുന്നതാണ്. ഞാൻ ബൈ ചാൻസിൽ ഒരു ദിവസം മെല്ലിൽ പോകേണ്ടി വന്നു. മെല്ലിൽ ചെന്നപ്പോൾ ഒരു 3 മണി ടൈമാവും, എല്ലാവരുമൊക്കെ പൊടിച്ചൊക്കെ പോയി കഴിഞ്ഞ ടൈം. അപ്പോഴും ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവരൊക്കെയുള്ള മല്ലി പൊടിക്കാൻ മെല്ലിലിട്ടേക്കണം. അപ്പോൾ അത് പൊടിച്ചാൽ മാത്രമേ എനിക്ക് പൊടിച്ച് തരാൻ പറ്റുള്ളൂ. അത് ഒരുപാടുണ്ട്. അങ്ങനെ അവർ പറഞ്ഞു വാരിയിട്ട് മെല്ലിന്ന് വാരിയിട്ട് നിങ്ങൾക്കുള്ളത് പൊടിച്ച് തരാം. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ. അത് വാരിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവണത്. അതിൽ കുറച്ച് മല്ലിയും ബാക്കി മുഴുവനും മുളവിൻ്റെ തൊത്തും പിന്നെ ഈ മല്ലിയിൽ വരുന്ന കുറച്ച് മല്ലിയുടെ വാല് പോലെ അടക്കണ കുറേ സാധനങ്ങളും 1 കിലോ എടുക്കണമെങ്കിൽ 1/4 കിലോ പോലും അതിൽ മല്ലിയില്ല. ബാക്കി മൊത്തം മുളവിൻ്റെ തൊത്തും ഈ വക കാര്യങ്ങളാണ് കിടക്കണം. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ആൾക്കാർ മുഴുവന് എളുപ്പം കരുതി മെല്ലുകളിൽ വാങ്ങിക്കും. അപ്പം ഒരു മെല്ലിൽ കണ്ട കാഴ്ചയാണ് ഈ പറയുന്നത്. ആൾക്കാർക്ക് അല്പം ജോലി കൂടുതലാണെങ്കിലും നമ്മൾ ഇതേപോലെ വറുത്ത് പൊടിച്ച് എടുക്കണ മല്ലി ഉപയോഗിക്കുക. അതാണ് ഏറ്റവും നല്ലത്. മല്ലി ഇങ്ങനെ ഗ്യാസിലോ അടുപ്പിലോ ഇട്ടിട്ട്, ഞാനിപ്പോൾ ഗ്യാസിലാണ് ഇട്ടേക്കണം, ഇട്ടിട്ട് അത് കുറച്ച് സമയം ഇളക്കുമ്പം അത് പൊട്ടൽ കേൾക്കാം. അല്പം കൂടെ ഇളക്കിയിട്ട് ഇനി എടുക്കണം. അത്ര താമസമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഈ അഴുക്കുകൾ വാങ്ങിച്ച് കഴിഞ്ഞാൽ അവർ പൊടിപ്പിച്ച് ആ മെല്ലിൽ ഭയങ്കരമായിട്ട് വിൽപ്പന നടക്കണ ഒരു മെല്ലാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നടക്കണത് ഇതാണ്. ഒരു 1/4 ഭാഗം മല്ലി പോലും ഇല്ല. അത് മൊത്തം ഒരു മുറത്തിലോട്ട് വാരി. അപ്പോഴാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഇതേപോലെ വറുത്ത് പൊടിച്ച് എടുത്തുപയോഗിക്കുക. മുളവിൻ്റെ തൊത്തുകൊണ്ട് മല്ലിയുടെ കാലുപോല, തുമ്പിലിരിക്കുന്ന കാലുപോലത്തെ നീളം കുറേ ചപ്പുചവറ് എല്ലാം ഉണ്ട്.